അപ്പോൾ മച്ചാന്മാരെ കണ്ണേടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കേരളത്തിൽ മൊത്തം ഒരു നിയമം വന്നിരിക്കുകയാണ് കേട്ടോ, അപകടം നടക്കാതിരിക്കാൻ. അതായത് രാത്രികാലങ്ങളിൽ പകലുകളിൽ അപകടമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റ് ബസ്സുകൾ വെള്ള നിറം അടിക്കണമെന്ന്. അങ്ങനെ ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം വെള്ള നിറം അടിച്ചു. അപകടമൊന്നും ഉണ്ടാവാതിരിക്കാൻ സർക്കാരിൻ്റെ നിയമം എല്ലാവരും പാലിച്ചു. പക്ഷേ അപ്പോഴാണ് ഒരു ട്രോൾ ഞാൻ കണ്ടത്. ആ ട്രോൾ ഇപ്രകാരമാണ്: നിയന്ത്രണം വിട്ട ലോറി ടൂറിസ്റ്റ് ബസ്സുമായി കൂട്ടിയിടിച്ചു, പരിക്ക് എന്നാണ് ആ ഒരു മനോരമക്കാരി ന്യൂസ് കൊടുത്തിരിക്കുന്നത്. വെള്ള പെയിൻറ് അടിച്ചിട്ടും അപകടത്തിൽപ്പെട്ട ടൂറിസ്റ്റ് ബസ്സിനെ കണ്ട MVD. മോനെ നീ ഇപ്പോഴും, അതായത് ഈ ഒരു ട്രോള് കണ്ടപ്പം ഒരുപാട് ചർച്ചയ്ക്ക് സാധ്യതയുള്ള ട്രോളായിട്ട് തോന്നി. അതായത് അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നത്. MVD എല്ലാവരും കൂട്ടി നിൽക്കുന്നുമുണ്ട്. ഇങ്ങനൊരു നിയമം, അതായത് ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം വെള്ള നിറം അടിക്കണം എന്നൊരു അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നു. അതിപ്പോൾ എല്ലാവരും പാലിച്ചുകൊണ്ടിരിക്കണം. കാരണം പാലിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം വെള്ള നിറം അടിച്ചിട്ടും ഒരു കല്യാണ ഓട്ടം, ഇപ്പം ഓട്ടങ്ങളെല്ലാം കുറഞ്ഞതുകൊണ്ട് കല്യാണ ഓട്ടങ്ങളാണ് ഇപ്പോൾ എല്ലാ വണ്ടിയും മിക്കതൊക്കെ ഓടുന്നത്. അപ്പോൾ കല്യാണ ഓട്ടം ഓടുമ്പോഴേ ആൾക്കാരെ എല്ലാവരും ഇറക്കി നിർത്തിയിട്ട് വണ്ടിയിലടി പായും വിരിച്ചാണ് RTO MVD സാറന്മാരെ ചെക്കിങ്. അപ്പം അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ പിന്നെ കളർ അടിച്ചുകൊണ്ട് വണ്ടി ഓടാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. അപ്പോൾ എന്ത് ചെയ്തെല്ലാവരും വെള്ള നിറം അടിച്ചു. വെള്ള നിറം അടിക്കുമ്പോൾ അപകടങ്ങൾ കുറയുമെന്നാണ് സാറന്മാരുടെ കണ്ടുപിടുത്തൽ. പക്ഷേ ഇപ്പോൾ അതിനും ഒരു വെല്ലുവിളി വന്നിരിക്കുന്നു. അതാണ് ഈ ട്രോള്. സംഭവം പറഞ്ഞില്ല, മനോരമ ന്യൂസിൽ ഒരു വാർത്ത വന്നു. ആ ഒരു വാർത്തയുടെ ഹെഡ്ലൈൻ പ്രത്യേകിച്ച് എടുത്തു വായിക്കണം: നിയന്ത്രണം വിട്ട ലോറി ടൂറിസ്റ്റ് ബസ്സുമായി കൂട്ടിയിടിച്ചെന്നാണ്. അല്ലാതെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ സൈഡ് ഗ്രാഫിക്സ് കണ്ട ലോറി ഡ്രൈവറുടെ ആകർഷണം തെറ്റി ടൂറിസ്റ്റ് ബസ്സിൽ പോയി ഇടിച്ചു എന്നല്ല. ഇപ്പോൾ ഇത് വെള്ള നിറമായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ സൈഡിൽ ഗ്രാഫിക്സ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ വാർത്തകൾ പറയുന്നത് സെയിം അതായിരിക്കും. സൈഡ് ഗ്രാഫിക്സ് കണ്ട് ആകർഷണം തെറ്റി അതിൽ അട്രാക്റ്റായി ലോറി ഡ്രൈവർ അതിൽ കൊണ്ട് കയറ്റി. എന്നാലും മനോരമ ന്യൂസ് ഈ ലോറി ഡ്രൈവറുടെ നിയന്ത്രണം വിട്ട കാര്യം എടുത്തു പറയാൻ കാണിച്ച മാന്യതയ്ക്ക് നന്ദി. ഇല്ലെങ്കിൽ വേറെ ചില വാർത്തകളായിരുന്നുവെങ്കിൽ അത് മറച്ചു വയ്ക്കുന്നത്. കാരണം ടൂറിസ്റ്റ് ബസ്സിൻ്റെ തലയിൽ ഇപ്പോൾ എന്തൊക്കെ കൊണ്ടിടാൻ പറ്റുമോ അതെല്ലാം കൊണ്ടിടുന്ന ട്രെൻഡാണ് ഇപ്പോൾ. കാരണം നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി, സാധാരണ വാർത്താകാരന്മാരുടെ ചാനലിലേക്ക് വ്യൂസ് നോക്കണം. ഇപ്പോൾ ടൂറിസ്റ്റ് ബസ് ഇഷ്യൂവിൻ്റെ വന്നപ്പോൾ അതിന് പ്രത്യേകിച്ചിട്ടൊന്ന് വ്യൂസ് നോക്കണം. മില്യൺസ് വ്യൂസാണ് ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഓരോ വാർത്തയ്ക്കും വാർത്താ ചാനലിന് കിട്ടുന്നത്. TRPക്ക് വേണ്ടി അവരെന്തും ചെയ്യുമെന്നുള്ളത് കേരളത്തിലെ രഹസ്യമായ പരസ്യമാണ്. അപ്പോൾ ഈ ഒരു ട്രോളിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വെള്ള പെയിൻ്റ് അടിച്ചാൽ എല്ലാ വണ്ടികളും എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളും യൂണിഫോമായിട്ട് വെള്ള പെയിൻ്റ് അടിച്ചാൽ അപകടം കുറയുമെന്ന ആ ഒരു ഉത്തരവുണ്ടല്ലോ, ആ ഒരു ഉത്തരവ് കാറ്റിൽ പറത്തുകയാണ് ഇപ്പം ഈ ഒരു ട്രോളിൻ്റെ ഉദ്ദേശം. ട്രോൾ പരമായ സത്യമാണ്. കാരണം ഈ എല്ലാവർക്കും കേരളത്തിലെ എല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഇഷ്യൂ മൊത്തം വീഡിയോസ്, അതായത് ടൂറിസ്റ്റ് ബസ്സുമായിട്ട് ബന്ധം ഇല്ലാത്തവർ പോലും സംസാരിച്ചു തുടങ്ങി. ചിലർ അതിന് നെഗറ്റീവായിട്ട് പറയും, ചിലർ പോസിറ്റീവായിട്ട് പറയും. അത് അവരുടെ ഇഷ്ടം. അപ്പോൾ വെച്ചാൽ വരെ സംഭവം ഇത്രേ ഉള്ളൂ: വെള്ള പെയിൻ്റ് അടിച്ചാൽ അപകടം കുറയുമെന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണെന്ന് എനിക്കറിയാം. ഇങ്ങനെ പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു, തുഗ്ലക്ക് എന്ന രാജാവിൻ്റെ പേര്. ഇറക്കുന്ന ഉത്തരവുകളെല്ലാം മണ്ടത്തരമായിരിക്കും. എന്നാലും സർക്കാർ അതായത് ഒരു വെള്ള പെയിൻറ്റിൻ്റെ ഇഷ്യൂ വന്നപ്പം സാധാരണ ഒരു ഇഷ്യൂ വരും, അതായത് ഒരു വാർത്ത വരും, അടുത്തൊരു വാർത്ത വരുമ്പോൾ അതങ്ങ് മാറിപ്പോകും. പക്ഷേ നരബലി വന്നിട്ടും ഗവർണർക്കെതിരായിട്ടുള്ള കേസ് വന്നിട്ടും ഇപ്പോഴും ഒന്നത്തെ ടൂറിസ്റ്റ് ബസ് ഇഷ്യൂ ഇപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതായത് ഏതോ ഒരുത്തൻ ആ ഒരു മോൻ ചെയ്ത തെറ്റിന് ആ ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നത് നല്ലതല്ല. ഇപ്രകാരമുള്ള നിയമങ്ങളൊക്കെ പാസ്സാക്കുമ്പോൾ അതിന് ഇത്ര യുക്തി അങ്ങനൊരു സാധനം അതിലുണ്ടോ എന്ന് നോക്കുന്നതൊക്കെ നല്ലതായിരിക്കും. അതിപ്പം ഏതൊരു നെയ്വ് പോയാലും ബഗരയാട്, അവനൊരു യുക്തി വേണ്ടേ, അതിനൊരു കാരണം വേണമല്ലോ. അത് പെട്ടെന്ന് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു നിയമം പാസ്സാക്കി ആ ഒരു ഇഷ്യൂവിനെ ഇല്ലാണ്ടാക്കുക. ഇപ്പം ടൂറിസ്റ്റ് ബസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത് തന്നെ പരമമായ പച്ചയായ സത്യം. ഒരു ട്രോള് കണ്ടപ്പം മൊത്തത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയുടെ ഒരു ആശയം മൊത്തത്തിലുള്ള ഒരു ട്രോളാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചെന്ന് തോന്നിയത്. ഡ്രോൺ സെൻസ് എടുക്കുന്നവർക്ക് ഇങ്ങനെ എടുക്കാം, പക്ഷേ അതിൽ എന്തെങ്കിലും ഒരു ആശയം ഉണ്ടോ എന്ന് നോക്കുന്നവർക്ക് അങ്ങനെ ഒരു ആശയമായിട്ട് വരും. എന്തായാലും വെള്ള നിറം ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ വെച്ചാൽ വരുന്ന പോലെയുള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.